ശ്രീ കെ രാധാകൃഷ്ണൻ, കുറഞ്ഞുപോയി എന്നല്ല, ഒന്നുമില്ല കേരളത്തിന്. കേരളം കൈവരിച്ച നേട്ടം മാതൃകയാണെന്ന് സാമ്പത്തിക റിപ്പോർട്ടിലൊക്കെ പറയുമ്പോഴും ഇതാണ് അവസ്ഥ. ബജറ്റിലെ ഈ ഒരു സമീപനം എന്തുകൊണ്ടാണെന്നാണ് മനസ്സിലാക്കുന്നത്? ബജറ്റ് പൂർണ്ണമായിട്ടും കേരളത്തെ അവഗണിച്ചു എന്നുള്ളത് ഇപ്പോൾ എല്ലാവരും സമ്മതിക്കുന്നൊരു കാര്യമായി. കേരളം പലവട്ടങ്ങൾ ആയി കേന്ദ്ര ഗവൺമെൻറ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിനും ഈ ബഡ്ജറ്റ് മറുപടി നൽകുന്നില്ല എന്ന് മാത്രമല്ല, പൂർണ്ണമായിട്ടും കേരളത്തെ അവഗണിക്കുന്ന ഒരു സമീപനമാണ് ബഡ്ജറ്റിൽ സ്വീകരിച്ചിരിക്കുന്നത്. നമ്മുടെ കേരളം മുന്നോട്ട് പോയി എന്നുള്ളതാണിപ്പോൾ ഒരു കുറ്റമായിട്ട് കാണുന്നത്. കേരളം എല്ലാ രംഗത്തും മോഡലാണ് എന്ന് നമ്മൾ പറയുന്നത് ശരിവയ്ക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് എക്കണോമിക് സർവേ റിപ്പോർട്ടിൽ വന്നത്. തീർച്ചയായിട്ടും ആ മുന്നോട്ട് പോക്ക് നമ്മളെ സാമ്പത്തികമായിട്ട് തകർത്തുകൊണ്ട് പിന്നോട്ടടിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണോ എന്ന് പോലും സംശയിക്കത്തക്ക രീതിയിലാണ് ഇന്നത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. കേരളം പല പ്രാവശ്യം ആവശ്യപ്പെട്ടുള്ളതാണ്, സംസ്ഥാന ഗവൺമെൻറ് ആവശ്യപ്പെട്ടുള്ളതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ മുഴുവൻ എം പിമാരെയും വിളിച്ചു ചേർത്ത് കേരളത്തിൻ്റെ ആവശ്യങ്ങൾ ഒരുമിച്ച് നിന്ന് നേടിയെടുക്കണമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ബഡ്ജറ്റ് സമയത്ത് തന്നെ, ജൂലൈയിലെ ബഡ്ജറ്റിൽ തന്നെ കേരളത്തിൻ്റേതായിട്ടുള്ള ആവശ്യം കേരളത്തിലെ എം പിമാരും അതുപോലെ കേരള ഗവൺമെൻറ്റും മുന്നോട്ട് വച്ചിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെയും അതുപോലെ തന്നെ ധനകാര്യമന്ത്രിയെയും കണ്ട് കേരളത്തിൻ്റെ ആവശ്യങ്ങൾ അവർ മുന്നിൽ സമർപ്പിച്ചിരുന്നു. അതുകൂടാതെയാണ് കേരളത്തിലെ മുഴുവൻ എം പിമാരെന്ന് പറയാൻ കഴിയില്ല, BJP ഒഴികെയുള്ള മുഴുവൻ എം പിമാരും കേന്ദ്ര ഗവൺമെൻറ്റിൽ കേരളം സമർപ്പിച്ച 24,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് അംഗീകരിക്കണമെന്ന് പറഞ്ഞ് ധനകാര്യമന്ത്രിക്ക് തന്നെ നേരിട്ട് നിവേദനം സമർപ്പിക്കുകയുണ്ടായി. അതിനോടൊന്നും യാതൊരു തരത്തിലുള്ള പ്രതികരണവും ഈ ബഡ്ജറ്റിൽ കണ്ടില്ല എന്നാണ്. നമ്മൾ പ്രധാനമായിട്ടും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചത്, നമ്മുടെ അടുത്ത കാലത്ത് ഇന്ത്യയിലുണ്ടായ ഏറ്റവും വലിയ ദുരന്തമായിരുന്നു വയനാട്ടിലുണ്ടായത്. മുണ്ടക്കൈ ചൂരന്മല ദുരന്തം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യവും വലിയ രീതിയിൽ അതിനെ സഹതാപത്തോടും ഒക്കെ തന്നെ നോക്കിക്കണ്ടതാണ്. പ്രധാനമന്ത്രി തന്നെ ആ സ്ഥലം സന്ദർശിക്കുകയും അവിടുത്തെ ദുരിതം നേരിട്ട് മനസ്സിലാക്കുകയും ചെയ്ത കേന്ദ്രമന്ത്രിമാർ വന്നു, ഉന്നത ഉദ്യോഗസ്ഥന്മാർ വന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മുടെ കേരളത്തിന് വലിയ പ്രതീക്ഷയാണ് ഉണ്ടായത്. സംസ്ഥാന ഗവൺമെൻറ് ആവുന്നത്ര സഹായങ്ങൾ ആ പ്രദേശത്തെ ജനങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട്. അല്ല, അതാണ് പ്രശ്നം കെ രാധാകൃഷ്ണൻ. ഇപ്പോൾ ഇന്ന് ജോർജ് കുര്യൻ എന്ന കേന്ദ്രമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത് അതാണ്. എല്ലാം ഉണ്ട് കേരളത്തിൽ, ഇതൊക്കെ സംഭവിക്കുമ്പോഴും കേരളത്തിലൊരു പ്രശ്നവുമില്ല, കേരളത്തിലെല്ലാം നടക്കുന്നു, വിദ്യാഭ്യാസത്തിൽ മുമ്പിലാണ്, റോഡുണ്ട്, ഇതൊന്നും ഇല്ല എന്ന് പറയൂ, തരും എന്നാണ് പറയുന്നത്. ഇതിനോട് എങ്ങനെ പ്രതികരിക്കും? അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. കേരളം തകർന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ മനസ്സിൽ നിന്ന് വരുന്ന വാക്കുകളാണത്. കേരളം മുന്നോട്ട് പോവുകയാണ് എല്ലാ രംഗത്തും, എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് കേരളം മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയായിട്ടാണ് ലോകവും നമ്മുടെ രാജ്യമൊക്കെ തന്നെ കാണുന്നത്. അപ്പോൾ കൂടുതൽ തകർക്കാൻ എന്താണ് വഴി എന്നുള്ളതിനെക്കുറിച്ചുള്ള ചിന്തയായിരിക്കാം ഇത്തരം ആലോചനകളും ഇത്തരം പറച്ചിലുകൾക്ക് ഉണ്ടാകുന്നത്. കേന്ദ്രത്തെ കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിന് എന്തെങ്കിലും ഗുണം ചെയ്യിക്കാൻ വേണ്ടിയായിരിക്കണം മന്ത്രിമാർ അവിടെ പ്രവർത്തിക്കുന്നത്. അതൊന്നും വിരുദ്ധമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിച്ചത് തീർച്ചയായും കേരളത്തോടുള്ള അവഹേളനമായിട്ട് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. കേരളം ആവശ്യപ്പെട്ട കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് അത് ശരിയല്ല എന്ന് പറയാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു വക്താവിനും കഴിയില്ല. ന്യായമായ ആവശ്യങ്ങളും അർഹതപ്പെട്ടതുമാണ് കേരളം ചോദിക്കുന്നത്. ആ 24,000 കോടി രൂപയുടെ ആവശ്യം ഉന്നയിച്ചത് വെറുതെ 24,000 കോടി തരണമെന്ന് പറയില്ല. ഓരോ സെക്ടറിലും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് സംസ്ഥാന ഗവൺമെൻറ് കൃത്യതയോടുകൂടി തന്നെയാണ് കേന്ദ്രത്തെ ധരിപ്പിക്കുകയും
ഡിമാൻഡ് ചെയ്യുകയും ചെയ്തു. യെസ്. അപ്പം അത് തരുന്നതിന് വേണ്ടിയുള്ള യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. എന്നാൽ ചില സംസ്ഥാനങ്ങളോട് പ്രത്യേക മമത കാണിക്കുന്നുമുണ്ട്. ജൂലൈയിലെ ബഡ്ജറ്റിൽ അന്ന് ബീഹാറിനോടും പ്രദേശിനുമാണ് പ്രത്യേക പരിഗണന കൊടുത്തത്. എന്നാൽ ഇത്തവണ ആന്ധ്രാപ്രദേശിനെ ഒഴിവാക്കിയിരിക്കുകയാണ്. ബീഹാറിന് മാത്രമാണ് പ്രത്യേകമായിട്ട് പാക്കേജുകൾ കൊടുക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്നത്. അപ്പോൾ അത് തെരഞ്ഞെടുപ്പിനെ ലാക്കാക്കിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനം മാത്രമാണ് നടക്കുന്നത്. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണ്. അത് കഴിഞ്ഞാൽ ആസാമിലെയും പിന്നെ അവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ മിഡിൽ ക്ലാസ്സിനെ കയ്യിലെടുക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യാം. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും പലതരത്തിലുള്ള ദുരിതങ്ങളിൽ പെട്ടുകിടക്കുകയാണ്. പ്രധാനമായിട്ടും ഇവിടെ ദാരിദ്ര്യം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ഹാങ്കർ ഇൻഡെക്സ് എടുത്ത് പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. അസമത്വങ്ങൾ വർദ്ധിക്കുന്നു എന്നാണ് മറ്റൊരു റിപ്പോർട്ട് വന്നിരിക്കുന്നത്. വിലക്കയറ്റം കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഇൻഫ്ലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കണക്കുകളും കൃത്യമായിട്ട് വരുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് കൂടുതൽ ദുരിതങ്ങൾ ഉണ്ടാകുകയാണ്. അപ്പോൾ ചെറിയ ന്യൂനപക്ഷത്തെ തൃപ്തിപ്പെടുത്തി ജനങ്ങളെ ഭിന്നിപ്പിച്ച് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു നയം ഈ ബഡ്ജറ്റിലും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട്. വരാം ശ്രീ കെ. രാധാകൃഷ്ണൻ, ഞാൻ അങ്ങയിലേക്ക് വരാം. യാതൊരു ഗുണവും ചെയ്യുന്നില്ല. മറ്റതിഥികളിലെ കൂടി ഒന്ന് ഞാൻ പോയിട്ട് ഇതിനോട് പ്രതികരണം വേണമല്ലോ, ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം.